മനുഷ്യരുടെ ഇടയ്ക്ക് സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും ഒക്കെ ഉണ്ട്. ദുരിതവും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരുണ്ട്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തവരുമുണ്ട്. പക്ഷെ ഈ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുമെന്ന് അറിഞ്ഞാൽ അതിൻ്റെ പേരിൽ പാവത്വം നടിച്ച് പലരിൽ നിന്നും പലതും വാങ്ങിയെടുത്തതിന് ശേഷം കൊഞ്ഞണം കാണിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതായത് കൊടുത്തവൻ അവനാണ് മണ്ടൻ. അതിന് കൊടുത്തവൻ അവൻ ഇനിയും കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നീ എനിക്ക് തന്നുകൊണ്ടേ ഇരിക്കേണ്ടവനാണ്. നീ തന്നതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നീ തന്നതിന് പലവിധ കുഴപ്പങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കേണ്ടെന്ന ഉത്തരവാദിത്വം നിനക്കാണെന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾ നേരത്തെ ഒന്നും കൊണ്ട് ഈ പറയുന്നവരെ കൊടുത്തിട്ടില്ല എനിക്കൊരാപത്ത് വരുമ്പോൾ സഹായിക്കാൻ. അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്കാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ സഹായിക്കണം. നമ്മുടെ സഹജീവികളെ സഹായിച്ചേ പറ്റൂ. പക്ഷെ സഹായിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കാൻ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് ഒരിക്കലും സഹായം കിട്ടില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും അവർ നന്നാകില്ല. ഏത് മേഖലയിൽ പോയാലും അവർ നെഗറ്റീവേ സംസാരിക്കൂ, നെഗറ്റീവേ പ്രവർത്തിക്കൂ, നെഗറ്റീവ് മാത്രമേ അവർ കാണുകയുള്ളൂ. അങ്ങനെയുള്ളവരെ ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മളല്ല ആര് വിചാരിച്ചാലും അവരെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല.